ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ HSA പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കണം അല്ലേ? നമുക്ക് എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് പഠിക്കണം. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടി എന്ത് പഠിക്കണം? ഇന്നത്തെ എൻ്റെ പോർഷൻ എന്താണെന്നറിയാമോ? 1 മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു പോർഷനാണ്. മലയാളത്തിലാണ് ഞാനിത് എഴുതിയിരിക്കുന്നത് എന്ന് വെച്ച് നിങ്ങൾ ആർക്കും, ഇംഗ്ലീഷുകാർക്കും അതോടൊപ്പം തന്നെ മലയാളംകാർ ഈ വീഡിയോ കംപ്ലീറ്റ്ലി കാണണം. അതോടൊപ്പം തന്നെ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എല്ലാവർക്കും വേണ്ട 2 മാർക്ക് ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു പോർഷനാണ്. അത് മറ്റൊന്നുമല്ല, കേരളത്തിലെ സാഹിത്യത്തിൽ നൽകുന്ന അവാർഡുകളും പ്രധാനപ്പെട്ട വ്യക്തികളും പുസ്തകങ്ങളും സിനിമയും ഒക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക. പരീക്ഷ ഇങ്ങ് വന്നു, നമുക്ക് അടിപൊളിയായിട്ടൊന്ന് റിവിഷൻ ചെയ്യാം. നോക്കിക്കോളൂ, ആദ്യത്തത് നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ടായിരിക്കും പോകുന്നത്, ശ്രദ്ധിച്ചോളൂ. എഴുത്തച്ഛൻ പുരസ്കാരത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ചോദ്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടുള്ളത്? ആർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടാവും. എന്താണ് ആ ആൾക്കാരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ? ഇത് രണ്ടും നമുക്ക് പരീക്ഷയ്ക്ക് ഉറപ്പിക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം ഇനി സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് ചോദിക്കുന്നതെങ്കിലോ, സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്, എന്നു മുതൽ നൽകുന്നു? 93 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി വരുന്നത്. 5 ലക്ഷം രൂപയാണ് പുരസ്കാരത്തിൻ്റെ തുക എന്ന് പറയുന്നത്. അപ്പം തുക 5 ലക്ഷം. ഇനിയും ആദ്യ ജേതാവ് എന്ന് പറയുന്നത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുത്തച്ഛൻ പുരസ്കാരത്തെ പറ്റി താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ശരി ഏത് എന്ന് വേണമെങ്കിൽ ഇവിടെ നിന്ന് ചോദിക്കാം അല്ലേ? ഇനി നോക്കിക്കേ, അടുത്തത് ആദ്യത്തെ വനിത 95-ൽ ആദ്യമായി കിട്ടിയത് നമ്മുടെ അമ്മയായ ബാലാമണി അമ്മയ്ക്കാണ് അല്ലേ? ഇനിയും ഇവിടെ നമ്മൾ ചോദിക്കുന്നത് 2024-ൽ ഈ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അവാർഡ് എന്ന് പറയുന്നത് 32ാമത്തെ അവാർഡായിരുന്നു. എഴുത്തച്ഛൻ പുരസ്കാരം എത്രാമത്തെ ആയിരുന്നു? 32. നമ്പേഴ്സിന് പ്രത്യേകതയുണ്ട്, 3, 2 അല്ലേ? അപ്പോൾ 32ാമത്തെ അവാർഡ് 2024 അവാർഡാണ് കൊടുത്തിരിക്കുന്നത്. ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ആർക്കാണ്? NS മാധവനാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ PSC കഴിഞ്ഞ ആഴ്ചയിലും ചോദിച്ചതാണ്. NS മാധവൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതെല്ലാമെന്ന് നോക്കിക്കേ. നമ്മുടെ 22ലെ അവാർഡ് സേതുമാധവന്, വസന്തൻ, ഡോക്ടർ വസന്തൻ 23-ല്, NS മാധവന് എന്താണ് 24-ല്. സേതു വസന്ത മാധവം, എഴുത്തിൻ്റെ കാലത്ത് എഴുത്തച്ഛൻ എന്ന് പറഞ്ഞ പുരസ്കാരം ഓർത്തിരിക്കാൻ. സേതു വസന്ത മാധവം, എഴുത്തിൻ്റെ കാലം. എഴുത്തിൻ്റെ കാലം എന്ന് പറയുന്നത് സേതു വസന്ത മാധവ കാലമാണ് അല്ലേ? അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ഓർത്തിരിക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം ഓർത്തിരിക്കാൻ എഴുത്തിൻ്റെ കാലം എന്ന് പറയുന്നത് സേതു, നമ്മൾ എപ്പോഴും പറയും നല്ല കാലമാണെന്ന് പറയുന്ന പോലെ സേതു വസന്ത മാധവ കാലമാണ്. സേതു വസന്ത മാധവ കാലമാണ് എഴുത്തിൻ്റെ കാലം. 3 വർഷത്തിലെ ആൾക്കാരെ നമുക്ക് ഒറ്റ കോഡിലൂടെ പഠിക്കാം. 21-ൽ P വത്സലയ്ക്കാണ് അവാർഡ് കിട്ടിയത്. ബാക്കിലേക്ക് ചിലപ്പം അവാർഡുകൾ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് തെറ്റിപ്പോകേണ്ട, അവാർഡുകൾ നിങ്ങൾ പഠിച്ചു. എഴുത്തിൻ്റെ കാലം എന്ന് പറയുന്നത് സേതു വസന്ത മാധവ കാലമാണ്. ക്ലിയറായി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം PYQ തന്നെയാണ്. PYQ ചോദിച്ചിരുന്നത് ഹിഗിറ്റ എന്ന ബുക്ക് എഴുതിയത് ആര് എന്നായിരുന്നു ചോദിച്ചത്. ഹിഗിറ്റ നോക്കിക്കേ, NS മാധവൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്തൊക്കെയാണ്? നോക്കിക്കേ, ആ ആദ്യത്തെ പേര് നിങ്ങൾക്ക് എന്ത്? ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയർ അല്ലേ? അതൊരു നല്ല പേരാണ്. ലന്തൻ ബത്തേരി എന്നൊക്കെ പറയുന്ന പദം NS മാധവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? ഇനിയും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട ഒരു വാർത്തയുണ്ട് അല്ലേ? നമ്മുടെ കുറച്ച് കൊലപാതക വാർത്തകളൊക്കെ കേൾക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. നമ്മൾ വിചാരിക്കുന്നില്ല, ചില സ്ഥലങ്ങളിലൊക്കെ ഇത്രയും കുട്ടികളെ, കുറച്ച് കന്യകകളെ, കുറച്ച് കുട്ടികളെ കൊന്നിട്ടു. ഇനി പുസ്തകങ്ങൾ വായിക്കാത്തവർക്ക് ഓർത്തിരിക്കാനായിട്ടാണ്. അതൊക്കെ NS മാധവൻ്റെ പുസ്തകങ്ങളുടെ പേരുകളിൽ പഠിക്കും. ആ വാർത്ത ഓർമ്മയുണ്ട് അല്ലേ? കൊന്നിട്ട വാർത്തകൾ. കന്യകകൾ, പഞ്ചകന്യകകൾ, കന്യകകളെയാണ് കുഴിച്ചിട്ടത്. അവിടെ എന്തുണ്ടാവും? നിലവിളി ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? പഞ്ചകന്യകൾ, നിലവിളി, ചൂളൈമേട്ടിലെ ശവങ്ങൾ. ക്ലിയറായോ? പഞ്ചകന്യകൾ, നിലവിളി, ചൂളൈമേട്ടിലെ ശവങ്ങൾ അല്ലേ? അതൊരു 4ാം ലോകമായിരുന്നു. നമ്മൾ ലോകം കാണാത്ത ഒരു 4ാം ലോകമായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരാൾ മുന്നോട്ട് വന്ന് അതിനെ ഒരു തിരുത്തൽ കൊണ്ടാണ് വന്നത്. അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടാണ് ലോകം ആ വാർത്ത അറിഞ്ഞത്. അപ്പം തിരുത്ത്.
പഞ്ചകന്യകൾ, നിലവിളി, ചൂളമേട്ടിലെ ശവങ്ങൾ, തിരുത്ത്, നാലാം ലോകങ്ങൾ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കഥകൾ, പര്യായ കഥകൾ, കഥകളുമായി ബന്ധപ്പെട്ട 2 പുസ്തകങ്ങളുണ്ട്. പര്യായ കഥകൾ, എൻ്റെ പ്രിയപ്പെട്ട കഥകൾ, പിന്നെ ഹിഗിറ്റ. ഈ ഹിഗിറ്റയും ലണ്ടൻ ബത്തേരിയിലെ ലുത്തിരികളിലൊക്കെ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ആരുടെ പുസ്തകങ്ങളാണ് ഞാൻ പറഞ്ഞത്? NS മാധവൻ്റെ പുസ്തകങ്ങൾ, പ്രധാനപ്പെട്ട കൃതികൾ. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പോകാം. വയലാർ അവാർഡുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് വയലാർ അവാർഡ്? സാഹിത്യകൃതിക്ക് നൽകുന്ന മലയാളത്തിലെ മികച്ച അവാർഡാണ്. വയലാർ ട്രസ്റ്റ് നൽകുന്നതാണ്. 1 ലക്ഷം രൂപയാണ്. വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ 27 നൽകുന്നു. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഒക്ടോബർ 27 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്ടോബർ 27 അദ്ദേഹത്തിൻ്റെ ചരമദിനം. 1 ലക്ഷം രൂപയാണ് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ് അവാർഡ് കൊടുക്കുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു അല്ലേ? ഒക്ടോബർ 27, ഒക്ടോബർ 27 ഓർമ്മയുണ്ടാവുമല്ലോ. ഇനി നോക്കിക്കേ, ഇനിയും ആദ്യമായിട്ട് ആര് കിട്ടി? ഇവിടെ ആരാണ് വരുന്നത്? ബാലാമണിയമ്മയായിരുന്നു നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരമെങ്കിൽ ഇവിടെ ആരാണ്? ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിൻ്റെ പുസ്തകം ഏതാണ്? നമ്മൾ ഒരുപാട് തവണ GK-യിൽ പഠിച്ച അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്ക് ആദ്യത്തെ വയലാർ അവാർഡ് കിട്ടി. അഗ്നിസാക്ഷിക്കാണ്, ലളിതാംബിക അന്തർജനത്തിനാണ് വയലാർ അവാർഡ് കിട്ടുന്നത്. ഇനിയും നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? നമ്മളോട് ചോദിക്കുന്നത് നോക്കിക്കോ, നമ്മളെ പ്രധാനപ്പെട്ട റീസെൻ്റ് അവാർഡ് കിട്ടിയ ആള് 48ാമത്തെ അവാർഡ് അല്ലേ? 48ാമത്തതാണ് വയലാർ വരുന്നത്. വയലാർ 4ൻ്റെ ഇരട്ടി 2, 8 അല്ലേ? 48. നോക്കിക്കേ, അശോകൻ ചരുവിൽ. ഇതും ഈയിടെ PSC ചോദിച്ചതാണ്. കാട്ടൂർക്കടവ് എന്ന് പറയുന്ന പുസ്തകം ആരെഴുതി? കാട്ടൂർക്കടവ് എന്ന് പറയുന്ന നോവലിൻ്റെ ഉപജ്ഞാതാവ് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശോകൻ ചരുവിൽ. ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. PYQ ആണ്. ശ്രീകുമാരൻ തമ്പി, ജീവിതം ഒരു പെൻഡുലം ആരെഴുതി? ശ്രീകുമാരൻ തമ്പി. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. PYQ നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ഹരീഷിൻ്റെ മീശയും PYQ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. അപ്പം മക്കളെ അങ്ങ് പഠിച്ചോളൂ. ഹരീഷ്, ശ്രീകുമാരൻ തമ്പി, അടുത്തത് ആരാണ്? ഈ തവണ അശോകൻ ചരുവിൽ. അപ്പം നോക്കിയാൽ മതി, ഒരു വയലിൻ ഇരിക്കുന്നത് ഒരു ചരുവിൽ ഇരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു വയലിൻ ചരുവിലാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ പറയുന്ന പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. വയലിൻ നിങ്ങളുടെ അതിൽ അശോകൻ ചരുവിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയും അടുത്തത് ബെന്യാമിൻ്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഇതും അവാർഡിന് 2021 കിട്ടിയ പുസ്തകമാണ്. ഇനി നോക്കിക്കേ, അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വർഷം പഠിച്ചോളൂ. ചെറുകാട് അവാർഡ് അശോകൻ ചരുവിലിന് കിട്ടിയത് 86 കിട്ടി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ആയിരിക്കാം ചോദ്യം വരുന്നത്. അശോകൻ ചരുവിലിന് 1998 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകം ഏതാണ്? ഒരു രാത്രി ഒരു പകൽ. ഒരു രാത്രി ഒരു പകൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. 95 അദ്ദേഹത്തിന് ഇടശ്ശേരി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. 2010 മുട്ടത്തുവർക്കി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പം കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകം നമ്മൾ പഠിച്ചു, ഒരു രാത്രി ഒരു പകൽ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ അടുത്ത അശോകൻ ചരുവിലിൻ്റെ പുസ്തകങ്ങൾ പഠിക്കുകയാണ്. ഇത് അറിയാവുന്നവർക്ക് ഇതൊന്നും വലിയ പ്രശ്നമില്ല, അറിയാത്തവർക്കാണ് ഒന്ന് ഓർത്തിരിക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ചരുവിലൊരു വീടിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ചരുവിലൊരു വീട് ഓർത്തിരിക്കുമല്ലോ. ആ ചരുവിലെ വീടെന്ന് പറയുന്നത്, ആ ചരുവിലെ വീട് എന്ന് പറയുന്നത് കടൽക്കരയിലെ വീടാണ് കേട്ടോ. അത് കടൽക്കരയിലാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത്. അതെന്താണ്? നമ്മൾ സാധാരണ കഥകളിയിലൊക്കെ കാണുന്ന കഥകളി രൂപമൊക്കെ കൊത്തിവെച്ച കഥകളി ഉള്ള ഒരു വീടാണ്. അപ്പം കഥകളിയിലെ വീടും പിന്നെന്താണ് കടൽക്കരയിലെ വീടും ആരുടെയാണ്? ചരുവിലെന്ന് പറഞ്ഞ പോയിന്റ് ഓർത്തു അല്ലേ? ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ വീടിന് നിറച്ച് സൂര്യകാന്തിയുണ്ട്, ഫ്രണ്ട് നിറച്ച് സൂര്യകാന്തിയുണ്ട്. അപ്പം സൂര്യകാന്തികളുടെ നഗരത്തിലാണ്, സൂര്യകാന്തികളുടെ നഗരം എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണ്? അശോകൻ ചരുവിൻ്റെയാണ്. സൂര്യകാന്തിക്ക് എന്തുണ്ടാകും?
നമുക്ക് പരിചിതമായ ഒരു മണമുണ്ടാകും അല്ലേ? പരിചിതമായ ഗന്ധങ്ങൾ ആരുടെയാണ്? സൂര്യകാന്തികളുടെ നഗരവും ഒരാളുടേതാണ് അല്ലേ? ഇനിയും ഞാൻ പറഞ്ഞു കടൽക്കരയിലെ വീടാണ് ഇതെന്ന് പറയുന്നത്. കടൽക്കരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരുപാട് പേര് മുങ്ങിച്ചാവുന്നുണ്ട്. മരിച്ചവരുടെ കടലാണത്. ആരുടെയാണ്? മരിച്ചവരുടെ കടൽ. അപ്പോൾ ആലോചിച്ച് നോക്കിക്കേ, കടൽക്കരയിലെ വീട്, കടൽക്കരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, മരിച്ചവരുടെ കടലാണ്. അവിടെ ഒരു കഥകളി രൂപം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഥകളിയിലെ വീടാണ്. അടുത്തത് സൂര്യകാന്തികളുണ്ട്, സൂര്യകാന്തികളുടെ നഗരമാണ്, പരിചിതമായ ഗ്രന്ഥമാണ്. അടുത്തത് എന്താണ് പറഞ്ഞത്? ഒരു രാത്രിക്ക് ഒരു പകൽ, ഒരു രാത്രിക്ക് ഒരു പകൽ അല്ലേ? അതെന്തായാലും ഓർത്തിരിക്കുക, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു രാത്രിക്ക് പിന്നെ ഒരു പകലല്ലേ വരത്തുള്ളൂ. അത് അശോകൻ ചരുവിൻ്റെയാണ് കേട്ടോ. ഇനി അടുത്തത് അദ്ദേഹം ആമസോണിൽ നിന്ന്, ആ വീട്ടിലിരിക്കുന്ന ഒരു ആമസോണിൽ നിന്ന് ഒരു ഓർഡർ വരുത്തുന്നുണ്ട്. ആ ആമസോണിലെ ഓർഡർ എന്ന് പറയുന്നത് ഒരു കങ്കാരു ആണ്. അതൊരു കൽപ്പണിക്കാരൻ നിർമ്മിച്ചതാണ്. ആമസോൺ, കങ്കാരു, നൃത്തം, അടുത്തത് എന്താണ്? കൽപ്പണിക്കാരൻ എന്ന് പറയുന്നതൊക്കെ അശോകൻ ചരുവിൻ്റെയാണ്. കുറച്ച് പുസ്തകങ്ങളുടെ പേര് പറയുമ്പം ആ ചരുവിലുമായിട്ട് ബന്ധപ്പെടുത്തി ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഓടക്കുഴൽ അവാർഡ് അല്ലേ? ഓടക്കുഴൽ അവാർഡ് ആരുടെയാ? ഓടക്കുഴൽ അവാർഡ് ആരാ കൊടുക്കുന്നത്? 69 മുതൽ ഓടക്കുഴൽ നടക്കുന്നു. ജി ശങ്കരക്കുറുപ്പിന്റെ ചരമദിനമായ ഫെബ്രുവരി 2 അല്ലേ സമ്മാനിക്കുന്നു. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് നൽകുന്നത്. ചരമദിനമായ ഫെബ്രുവരി 2, നമ്മൾ തണ്ണീർത്തട ദിനമൊക്കെയാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ? ഇവിടെ കൊടുക്കുന്നത് ഫെബ്രുവരി 2 വെണ്ണിക്കുളം ഗോപാലകുറുപ്പിനാണ് പ്രഥമ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ് കിട്ടിയത്? വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. വെണ്ണിക്കുളം, ആ പേര് ഓർത്തിരിക്കാൻ പറ്റും. വെണ്ണ കട്ട് തിന്നതാണോ നമ്മൾ പറയാറുണ്ട്, കൃഷ്ണൻ എന്ന് പറയാറുണ്ട്. വെണ്ണ കട്ട് തിന്ന കൃഷ്ണൻ എന്ന് പറയാറില്ലേ? അപ്പോൾ ഓടക്കുഴലിൽ വെച്ച് നമുക്ക് ആരെയാ പരിചയമുള്ളത്? ശ്രീകൃഷ്ണനെയാണേ പരിചയമുള്ളത്. അപ്പോൾ നോക്കിക്കോ, 30,000 രൂപയാണ് തുക വരുന്നത്. ഓക്കെ, ആ പോയിന്റും കഴിഞ്ഞു. ഇനി നോക്കിക്കേ, 2024 ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോളൂ. 24 കെ അരവിന്ദാക്ഷൻ. ഞാനിതിനെ ഓർക്കുന്നത് നമ്മുടെ സിനിമയുണ്ടല്ലോ, ബാലാമണി ശ്രീകൃഷ്ണനായിട്ടൊക്കെ വരുന്ന നന്ദനം. അതെ, അതിലെ കൃഷ്ണന്റെ വേഷം ചെയ്തത് ആരാണ്? അരവിന്ദ് എന്ന് പറയുന്ന ഫിലിം ആർട്ടിസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രാവശ്യം അരവിന്ദാക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. ഗോപ എന്ന് പറയുന്ന ബുക്ക് ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപിക എന്നൊക്കെ ആലോചിച്ചാൽ മതി. കൃഷ്ണനും ഗോപികമാരും. അപ്പോൾ അവിടെ എന്ത് പറയാം? ഗോപ എന്ന് പറയുന്ന ബുക്ക് റിട്ടേൺ ചെയ്തത് ആരാണ്? കെ അരവിന്ദാക്ഷൻ 2024. ഇനിയും 2023 ഗോപീകൃഷ്ണനാണ്. അതും കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട പേരാണ്, ഗോപീകൃഷ്ണൻ. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പുസ്തകം ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന ബുക്ക് ആരുടെയാണ്? PN ഗോപീകൃഷ്ണൻ. ഗോപ എന്ന് പറയുന്ന ബുക്ക് അരവിന്ദാക്ഷന്റെ. ഇനിയും PSCയുടെ PYQ ആണ് പ്രാണവായു അല്ലേ? ആരുടെയാണ്? അംബികാസുധൻ മങ്ങാട് അല്ലേ? അംബികാസുധൻ മങ്ങാട്. നമ്മൾ അംബികാസുധൻ മങ്ങാടിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ? എൻഡോസൾഫാനുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട്. ഇപ്പം ഈയിടെ PSC ചോദിച്ചത് പ്രാണവായുവാണ്. 21 സാറാ ജോസഫിന് കിട്ടി. സാറാ ജോസഫിൻ്റെ ബുധിനി എന്ന് പറയുന്ന ബുക്കിനാണ് ലഭിച്ചത്. ഇപ്പം കെ അരവിന്ദാക്ഷൻ, ഗോപ എന്ന് പറയുന്ന ബുക്ക് അല്ലേ? ഗോപ മാത്രമല്ല അരവിന്ദാക്ഷൻ്റെ ബുക്കുകൾ എന്ന് പറയുന്നത്. അപ്പം അരവിന്ദാക്ഷൻ്റെ മറ്റു പ്രധാനപ്പെട്ട ബുക്കുകൾ എങ്ങനെ ഓർക്കാം? അരവിന്ദാക്ഷൻ അല്ലേ? അരവിന്ദാക്ഷൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മൾ ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ടൊന്ന് കണക്ട് ചെയ്തേ. അദ്ദേഹം കുറച്ച് നാൾ പുറത്തായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ കുറച്ച് ദിവസം ഞാനിത് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പം സാറ് പുറത്തായിരുന്നു കുറച്ച് നാൾ. അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഓർത്തിരിക്കാൻ നമുക്ക് എന്താ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അദ്ദേഹം പുറത്തായിരുന്നു, ഭോപ്പാലിലായിരുന്നു. ഭോപ്പാൽ ദുരന്തം എന്ന് പറയുന്നത് വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനായിരുന്നു അല്ലേ? ഭോപ്പാൽ ദുരന്തത്തിന് ശേഷം എന്താണ് അവിടെ ഭോപ്പാൽ ദുരന്തം നമ്മളെ ഒരുപാട് പേരെ അവിടെ മരിച്ചു വീണു അല്ലേ? അത് കഴിഞ്ഞ ശേഷം ആ ഭോപ്പാൽ ദുരന്തം നടന്ന ശേഷം അവരെന്താ ചെയ്തത്? ഒരു പുതിയ ഗോത്രത്തിൻ്റെ ഉൽപ്പത്തി, അവിടുന്ന് ഒരു ജനങ്ങളുടെ പുതിയൊരു ഗോത്രമായിട്ട് അവർ കുറേ സഫോക്കേഷനൊക്കെ കഴിഞ്ഞ് ഒരു പുതിയ ഗോത്രത്തിൻ്റെ ഉൽപ്പത്തി അവിടെ വെച്ച് നടന്നു. പലർക്കും അവരവരുടെ ഭാര്യമാരെ നഷ്ടപ്പെട്ടു, മറുപാതി നഷ്ടപ്പെട്ടു അല്ലേ?
മനുഷ്യരെ മറുപാതി. ഇനി എന്താണ്, കുശിനാരിയിലേക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് തന്നെയാണ് സംഭവങ്ങൾ ഉണ്ടായത്. കുശിനാരിയിലേക്ക്. ഇനിയും അവരുടെ കയ്യിൽ നമ്മുടെ ആ കേസുകളൊക്കെ നമുക്കറിയാം അല്ലേ. അവരൊരു വേട്ടക്കാരായിരുന്നു. ഒരുപാട് അവർ അതിനുവേണ്ടി വാദിച്ചിട്ടുണ്ടായിരുന്നു ജഡ്ജിമെൻറ്റിൻ്റെ ഭാഗത്ത്. എലിവേട്ടക്കാരുടെ കൈപ്പുസ്തകം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ജഡ്ജിമെൻറ്റ് പാനലിൽ സാക്ഷിമൊഴി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അല്ലേ. സാക്ഷിമൊഴി നമ്മുടെ ഈ സാക്ഷിമൊഴി ഉണ്ടായിട്ടും അതിന് കുറേ പേർക്ക് എന്താ കമ്പനി ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്താ നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പൈസയൊക്കെ കിട്ടാൻ ഒരുപാട് നാളെടുത്തു. അപ്പം അത് വളരെ അന്നത്തെ ഒരു സംഭവം, ദൈവം തുറക്കാത്ത പുസ്തകം, ദൈവം കണ്ണടച്ചു എന്ന് പറയുന്ന ഒരു രീതിയിൽ ദൈവം തുറക്കാത്ത പുസ്തകം. നിലാവിലെ വിരലുകൾ, ഒരുപാട് പേർക്ക് വിരലുകളൊക്കെ അറ്റുപോയി. നിലാവിലെ വിരലുകൾ ഉണ്ടായിരുന്നു. ദെൻ വിരലുകൾ അലക്ക് യന്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവം ചോദിക്കുന്നതിന് പകരം മീര ചോദിക്കുന്നു. ഉഭയജീവികളുടെ മാനിഫെസ്റ്റോ. കുറച്ച് കാര്യങ്ങൾ ഓർക്കാൻ പറ്റും. എലിവേട്ടക്കാരുടെ കൈപ്പുസ്തകം, സാക്ഷിമൊഴി, ഭോപ്പാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവം തുറക്കാത്ത പുസ്തകം, പിന്നെന്താണ് പറഞ്ഞത്, മറുപാതി, അലക്ക് യന്ത്രം, അടുത്തതെന്താ കുശിനാരിയിലേക്ക്, ദെൻ പിന്നെ മീര ചോദിക്കുന്നു, നിലാവിലെ കൈവിരലുകൾ, ഉഭയജീവികളുടെ മാനിഫെസ്റ്റോ. ഇതൊക്കെ ആരുടെയാണ്? കെ അരവിന്ദാക്ഷൻ്റെ പുസ്തകങ്ങളാണ് അല്ലേ. ഇനിയും കെ അരവിന്ദാക്ഷന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്ത പുസ്തകം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്, അത് വേണമെങ്കിൽ ചോദിക്കാം. ഗാന്ധിജിയുടെ ജീവിത ദർശനം. ഇനി മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തെ പറ്റിയിട്ടാണ്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ പുരസ്കാരം 2002 മുതൽ നൽകി വരുന്നു. 3 ലക്ഷം രൂപയാണ്. തിക്കോടിയനാണ് ആദ്യമായിട്ട് അവാർഡ് കിട്ടിയത്. നോക്കിക്കോളൂ, 2024 ഈ അവാർഡ് കിട്ടിയത് സാറാ ജോസഫിനാണ്. ആർക്കാണ്? സാറാ ജോസഫിന്. 2020 ഈ മാതൃഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം സ എന്ന് പറയുന്ന ആൾക്കാരാണ് കേട്ടോ. സാ നോക്കിക്കേ, 20 സച്ചിദാനന്ദൻ, 22 സേതു, 23 സക്കറിയ, 24 സാറാ ജോസഫ്. കണ്ടോ, സാ എന്ന് പറയുന്ന പേര് തന്നെയാണ് അവാർഡിന് വേണ്ടി വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ അവാർഡ് ആർക്കാ കിട്ടിയെന്ന് പറഞ്ഞു? മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? 2024 കിട്ടിയിരിക്കുന്നത് മറ്റാർക്കുമല്ല, സാറാ ജോസഫ്. ഇനിയും സാറാ ജോസഫിന്റെ പ്രധാനപ്പെട്ട നോവലുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. സാറാ ജോസഫിന്റെ പ്രധാനപ്പെട്ട നോവലുകൾ: ആലാഹയുടെ പെൺമക്കൾ, അടുത്തത് ഒതപ്പ്, മാറ്റാത്തി, ഊരുകാവൽ, ആളോഹരി ആനന്ദം, ബുധിനി, എസ്തേർ അല്ലേ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ബുധിനി, എസ്തേർ, അലാഹയുടെ പെൺമക്കൾ എന്നിവയാണ്. അലാഹയുടെ പെൺമക്കൾ, ഒതപ്പ്, ഊരുകാവൽ, ആളോഹരി ആനന്ദം, ബുധിനി, എസ്തേർ തുടങ്ങിയവയൊക്കെ സാറാ ജോസഫ് മാമിൻ്റെ പ്രധാനപ്പെട്ട നോവലുകളാണ്. ഓക്കെ ആണല്ലോ. ദെൻ അപ്പം ഞാൻ ചിലപ്പോൾ പ്രൊനൗൺസിയേഷനൊക്കെ ഈ വായിക്കുന്ന ഇത് തെറ്റുന്നുണ്ടാക്കും, നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് നമ്മളോട് പറയാം വള്ളത്തോൾ പുരസ്കാരത്തെ പറ്റി പറയുമ്പം നമുക്ക് ആദ്യം വള്ളം കിടക്കുന്നത് ഒരു പാലത്തിൻ്റെ താഴെയാണ്. ആദ്യം കിട്ടിയത് ആർക്കാണ്? പാലാ നാരായണൻ നായർക്കാണ് വള്ളത്തോൾ പുരസ്കാരം 91 മുതൽ അല്ലേ. ഇനിയും ഈ റീസെൻ്റ് അവാർഡുകൾ ആർക്കാണ്? പാലാ നാരായണൻ നായർക്ക് വള്ളത്തോൾ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. 2019 സക്കറിയയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? സക്കറിയ. ഓക്കെ, 1,11,111 എന്ന് പറയുന്ന തുകയാണ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? വള്ളത്തോൾ പുരസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2024. ഇവിടെ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ പുസ്തകങ്ങളുടെയൊക്കെ പേരുകൾ ഇത് ആരെഴുതിയാന്ന് ചോദിക്കും. ഒന്ന് വായിച്ചു നോക്കിക്കേ. മുരിങ്ങവാഴ കറിവേപ്പ്, അനിതാ തമ്പിക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. മുരിങ്ങവാഴ കറിവേപ്പ് അതൊരു കവിതയാണ്, അനിതാ തമ്പിക്ക്. ആനോ എന്ന് പറയുന്നത് GR ഇന്ദുഗോപൻ്റെ ഒരുപാട് വലിയ രീതിയിൽ പ്രശസ്തമായ ഒരു നോവലാണ്.
ആനോ എന്ന് പറയുന്ന നോവലിനാണ് GR ഇന്ദുഗോപൻ, അല്ലേ? GR ഇന്ദുഗോപനെ എല്ലാവർക്കും അറിയാം, അത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. GR ഇന്ദുഗോപൻ്റെ ആനോ, അതിൻ്റെ കവർ പേജൊക്കെ ഓർക്കുന്നുണ്ടാവും, ആനോ. അടുത്തത് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര, വി ഷിനിലാലിന് ചെറുകഥയ്ക്കാണ് അവാർഡ് കിട്ടിയത്. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര, ഷിനിലാൽ അല്ലേ? നോക്കിക്കേ, പിത്തളശൽഭം ശശിധരൻ നടുവിൽ നാടകത്തിനാണ് കിട്ടിയിരിക്കുന്നത്. സാഹിത്യ വിമർശനം രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ ദിലീപിനാണ് കിട്ടിയിരിക്കുന്നത്. ആത്മകഥ ഞാൻ എന്ന ഭാവം ഡോക്ടർ K രാജശേഖരൻ നായർക്കാണ് കിട്ടിയിരിക്കുന്നത്. ബാലസാഹിത്യം അമ്മ മണമുള്ള കനിവുകൾ EN ഷീനയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ഉറപ്പിച്ചോ, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മേഖലയാണ്. അപ്പം വേഗം പഠിച്ചോ. മുരിങ്ങവാഴ കറിവേപ്പ് അനിതാ തമ്പി, ആനോ GR ഇന്ദുഗോപൻ, ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര, വി ഷിനിലാൽ, പിത്തളശലഭം ശശിധരൻ നടുവിൽ, സാഹിത്യ വിമർശനം രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരം ദിലീപൻ, ആത്മകഥ ഞാൻ എന്ന ഭാവം ഡോക്ടർ K രാജശേഖരൻ നായർ, അമ്മ മണമുള്ള കനിവുകൾ EN ഷീജ. ഞാൻ ഇതിൽ നിന്ന് ഒരു മാർക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയയാണ്, മേ ബി കിട്ടാൻ സാധ്യതയുണ്ടാകും, അല്ലേ? അപ്പം നോക്കിക്കോളൂ. അടുത്തത് കേരള സാഹിത്യ അക്കാദമി അവാർഡിന്റെ വിശിഷ്ടാംഗത്വം കൊടുത്തത് CL ജോസിനാണ്, നാടകൃത്താണ് അദ്ദേഹം. MR രാഘവ വാര്യർ, അദ്ദേഹം ചരിത്രകാരനാണ്. കൽപ്പറ്റ നാരായണൻ കവിത 2023 ഇത് 23 അവാർഡാണ്. തിരഞ്ഞെടുത്ത കവിതകൾ ഹരിത സാവിത്രി സീൻ, നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ PYQ അല്ലായിരുന്നോ? ഞാൻ വെറുതെ പറയുന്നതാണോ? സീൻ, ഹരിത സാവിത്രി. ഉദയ സ്പോർട്സ് ആൻഡ് ക്ലബ്ബ്, N രാജൻ. ഗിരീഷ് PC, ഈസ് ഫോർ ഈഡിപ്പസ് നാടകം. K വേണുവിൻ്റെ ഒരു അന്വേഷണത്തിന്റെ കഥ, ജീവചരിത്രം ആത്മകഥ. ബാലസാഹിത്യം ഗ്രേസി, പെൺകുട്ടിയും കൂട്ടുകാരും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞ തവണത്തെയാണ്, പക്ഷേ ഇത് നിങ്ങൾ വായിച്ചിട്ട് കയറണം കേട്ടോ. ഇത് വായിച്ചിട്ട് കയറിക്കോ കേട്ടോ, ഉറപ്പാണോ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ഹരിവരാസനം പുരസ്കാരം. ഹരിവരാസനം പുരസ്കാരം മക്കളെ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി നൽകുന്ന പുരസ്കാരമാണ്. 1 ലക്ഷം രൂപയാണ്. PK വീരമണിദാസനാണ് 2024 ലഭിച്ചത്. ഗായകനായിട്ടുള്ള വ്യക്തിയാണ്. KJ യേശുദാസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2023 ശ്രീകുമാരൻ തമ്പി, 2022 ആലപ്പി രംഗദാസ് സാറിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം PK വീരമണിദാസൻ സാറിനാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? 24 ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. 24 യേശുദാസിനാണ് ഫസ്റ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി, ആലപ്പി രംഗനാഥ്, വീരമണിദാസൻ അല്ലെ? ശബരിമല വീരമണിദാസൻ, ശബരിമലയുമായി ബന്ധപ്പെട്ട ഹരിവരാസനം പുരസ്കാരം വീരമണിദാസൻ. മറന്നുപോകരുത്, വീരമണിദാസൻ, വീരമണിദാസൻ അല്ലെ? വീരമണിദാസൻ ഹരിവരാസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. PK വീരമണിദാസൻ. ദെൻ 2025 അവാർഡ്, 24 അവാർഡ് ഞാൻ പറഞ്ഞു, 23 അവാർഡ് പറഞ്ഞു, 22 അവാർഡ് പറഞ്ഞു, 25 അവാർഡ് ആർക്കുമല്ല, കൈതപ്രത്തിനാണ് കിട്ടിയിരിക്കുന്നത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ഹരിവരാസനം അവാർഡ്, കൈതപ്രത്തിനാണ് അവാർഡ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പിക്ചർ വെച്ച് തന്നെ ആലോചിക്കാൻ പറ്റും. അദ്ദേഹം നടയിലിരുന്ന് പാടുന്ന ഒരു പാട്ട് ഓർത്താൽ മതി. അദ്ദേഹത്തിൻ്റെ കച്ചേരികളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ആൾക്കാരാണ്. പത്മപ്രഭ പുരസ്കാരം എന്ന് പറയുന്നത് പത്മരാഗക്കല്ല് പതിപ്പിച്ച പുരസ്കാരമാണ്. പത്മപ്രഭ പുരസ്കാരം എന്ന് പറയുന്നത് ആദ്യം കിട്ടിയത് ഉണ്ണികൃഷ്ണൻ പുതൂറിനാണ് കിട്ടിയിരിക്കുന്നത്. 2024 ലഭിച്ചത് പത്മപ്രഭ ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണൻ. ആരാണ് കിട്ടിയിരിക്കുന്നത്? പത്മപ്രഭ കിട്ടിയിരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആർക്കാ കിട്ടിയിരിക്കുന്നത്? ആലങ്കോട് ലീലാകൃഷ്ണന്. 2023 സുഭാഷ് ചന്ദ്രനും 2020. അപ്പൊ എങ്ങനെയാണ് പത്മപ്രഭ പുരസ്കാരം ഓർക്കുന്നത്? നോക്കിക്കേ, സിനിമാ നടി പത്മപ്രഭയെ ഓർക്കുന്നുണ്ടോ? സിനിമാ നടി പത്മപ്രഭ ഓർക്കുന്നുണ്ടല്ലോ. ഓർക്കുന്നവർ ഓർത്തോളൂ. ആ സിനിമാ നടി പത്മപ്രിയ എന്ന നടിയുടെ പേര് പത്മപ്രിയ എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ നടി പത്മപ്രിയ മോഹൻലാലിൻ്റെ കൂടെ ഒരു അനുഭവിച്ച ഒരു സിനിമയുണ്ട്. സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. ആ സിനിമയിൽ ഭയങ്കര കൃഷ്ണനെ ബേസ് ചെയ്ത കുറേ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ പാട്ട് കൃഷ്ണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പത്മപ്രിയ അവസാനം വേർഡ് കൃഷ്ണനാണ്. ഓക്കെ, അപ്പോൾ ആലങ്കോട് ലീലാകൃഷ്ണൻ കേട്ടല്ലോ. ദെൻ ഓർത്തു വയ്ക്കുക നിങ്ങളുടേതായ രീതിയിൽ. നിളയുടെ ആലങ്കോട് ലീലാകൃഷ്ണൻ. കൃഷ്ണൻ ഗുരുവായൂരിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന നദി എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. അപ്പം ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ ഒരു കാര്യം ഓർത്തിരിക്കാനായിട്ട്, നിളയുടെ തീരങ്ങളിലൂടെ
പിയുടെ പ്രണയപാപങ്ങൾ, മനുഷ്യനെ തൊടുന്ന വാക്ക്, മനുഷ്യൻ സുന്ദരനാണ്, സഞ്ചാരിയുടെ വഴിയമ്പലങ്ങൾ. മനസ്സിലായോ? പ്രണയവും മനുഷ്യനുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു. നല്ല വാക്കുകൾ, മനുഷ്യനെ തൊടുന്ന വാക്ക്, മനുഷ്യൻ സുന്ദരനാണ്, അല്ലേ? നിളയുടെ തീരങ്ങളിലൂടെ, പിയുടെ പ്രണയപാപങ്ങൾ, സഞ്ചാരിയുടെ വഴിയമ്പലങ്ങൾ. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആലങ്കോട് ലീലാകൃഷ്ണന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. മൂലൂർ അവാർഡ് 2025 കൊടുത്തു. ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ഷാജി നായരമ്പലം. ബെന്നി പി നായരമ്പലം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ബെന്നി പി നായരമ്പലം. ഇവിടെ കേട്ടോ, ഷാജി നായരമ്പലമാണ് മൂലൂർ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. മൂലൂർ പുരസ്കാരം അല്ലേ? മൂലൂർ നമ്മൾക്കറിയാം പത്തനംതിട്ട ജില്ലയിലാണ് സ്മാരകമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. സരസകവി മൂവലൂരിൻ്റെ സ്മാരകമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് ഷാജി നായരമ്പലം അല്ലേ? ഷാജി നായരമ്പലം. ഇനിയും ഗുരുദേവ ഗീതം എന്ന കാവ്യ സമാഹാരത്തിനാണ്, ഗുരുദേവ ഗീതം എന്ന് പറയുന്ന കാവ്യ സമാഹാരം. ഗുരുദേവ, അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തീർത്ഥയാത്രയൊക്കെ നടത്തുമ്പോൾ മൂലൂരൊരു കേന്ദ്രമുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഓർത്തിരുന്നു. ഗുരുദേവ ഗീതം എന്ന് പറയുന്ന കാവ്യ സമാഹാരം. കെ രാജഗോപാലിന് പതികാലം എന്ന കവിതാ സമാഹാരത്തിന്, ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കെ രാജഗോപാൽ പതികാലം, പുസ്തകം ഏതാ? പതികാലം. ഓക്കെ, അടുത്തത് ഇനി എന്താണ്? 37ാമത് അവാർഡ് 2023 അവാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീന വക്കത്തിനാണ്. ശിവഖണ്ഡിനി എന്ന് പറയുന്ന പുസ്തകത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ONV സാഹിത്യ പുരസ്കാരം ONV കൾച്ചറൽ അക്കാദമി നൽകുന്നതാണ് കേട്ടോ. ഇവിടെ ചില അവാർഡുകളൊക്കെ 2-3 പേര് ഒരേ പേരിൽ നടക്കും. ഇത് കൾച്ചറൽ അക്കാദമി 2017 തുടങ്ങുന്നതാണ്. ONV കൾച്ചറൽ അക്കാദമി നടക്കുന്നതാണ്. 3 ലക്ഷം രൂപയാണ്. സുഗതകുമാരിക്കാണ് 2017 കിട്ടിയത്. 2024 അത് ആർക്കാണ് കിട്ടിയത്? പ്രതിഭ റായിക്കാണ് കിട്ടിയത്. 2025 പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, പ്രതിഭ റായി, ONV സാഹിത്യം, പ്രതിഭ, അടുത്തയാരാ? പ്രഭാവർമ്മ. പ്രതിഭ, ONV, രണ്ടും നല്ല പേരുകളാണ്. പ്രതിഭ പ്രഭ ഓർത്തിരിക്കുമല്ലോ. അവ നോക്കിക്കേ, 23 C രാധാകൃഷ്ണന് കിട്ടി, 22 T പത്മനാഭന് കിട്ടി. ഇനിയും പ്രഭാവർമ്മയ്ക്ക് കിട്ടിയപ്പം പ്രഭാവർമ്മയെ പറ്റി വേണമെങ്കിൽ PYQ ചോദിക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിർവാഹക അംഗമാണ്. അടുത്തത് ശ്യാമമാധവം, പുസ്തകം PYQ ആണ്. ശ്യാമമാധവം, കനൽ ചിലമ്പ്, രൗദ്രസാത്വികം തുടങ്ങിയ കൃതികൾ. ശ്യാമമാധവം എത്ര തവണ PSC ചോദിച്ചത് എനിക്ക് തന്നെ അറിയത്തില്ല. ശ്യാമമാധവം, കനൽ ചിലമ്പ്, രൗദ്രസാത്വികം. ശ്യാമമാധവത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അർക്കപൂർണിമയ്ക്ക് കേരള സാഹിത്യ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, പ്രഭാവർമ്മയെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പം ഏത് പുസ്തകത്തിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരിക്കുന്നത്? അർക്കപൂർണിമ എന്ന് പറഞ്ഞേ, അർക്കപൂർണിമ. ശ്യാമമാധവം, കേരള സാഹിത്യ അക്കാദമി അവാർഡ്. മനസ്സിലായോ? 3 തവണ ചലച്ചിത്ര ഗാനരചനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ അടുത്ത അവാർഡ് ആരാണ്? കടമ്മനിട്ട പുരസ്കാരം. ബോറടിച്ചു തുടങ്ങിയോ? ഇല്ല കേട്ടോ, ഇത് ഉറപ്പായിട്ടും ചോദിക്കും. പഠിച്ചോ, കേട്ടുകൊണ്ടേയിരുന്നോളൂ. കടമ്മനിട്ട പുരസ്കാരം കടമ്മനിട്ട രാമകൃഷ്ണ ഫൗണ്ടേഷന്റെ 2025 പുരസ്കാരം നേടിയത് ഡോക്ടർ M ലീലാവതി. സാഹിത്യ നിരൂപകയായ ഡോക്ടർ M ലീലാവതിക്കാണ്. റഫീഖ് അഹമ്മദിനാണ് 2024 ലഭിച്ചത്. കടമ്മനിട്ട പടയണിയുള്ള നാടാണ് കടമ്മനിട്ട രാമകൃഷ്ണ സാറിന്റെ നേതൃത്വത്തിലുള്ള, അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ, ഒരു വേർഡ് അറിയുക, അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ കൊടുക്കുന്ന അവാർഡാണ്. റഫീഖ് അഹമ്മദ് നേരത്തെ കിട്ടി. ഈ പ്രാവശ്യം ഡോക്ടർ M ലീലാവതി അല്ലേ കിട്ടിയിരിക്കുന്നു. ദെൻ അടുത്തത് അവാർഡുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 23 പ്രഭാവർമ്മ, 20 K ശങ്കരപ്പിള്ള ഒക്കെ കിട്ടിയിട്ടുണ്ട്. ജ്ഞാനപ്പാന പുരസ്കാരം, ഗുരുവായൂർ ദേവസ്വത്തിലെ 2025 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായ സാഹിത്യ നിരൂപകൻ എന്ന് പറയുന്നത് KP ശങ്കരനാണ്. KP ശങ്കരൻ, മനസ്സിലായോ? KP ശങ്കരന് ജ്ഞാനപ്പാന പുരസ്കാരം. എങ്ങനെയാ? ശങ്കരനും ജ്ഞാനപ്പാന. ശങ്കരൻ, ആദിശങ്കരൻ എന്നൊക്കെ പറയത്തില്ലേ?
അദ്ദേഹം ജ്ഞാനം നേടിയതാണ് അല്ലേ. ശങ്കരാചാര്യനെ ബന്ധപ്പെടുത്തി പഠിക്കാൻ പറ്റും. ശങ്കരൻ എവിടെ വന്നു? ജ്ഞാനപ്പാന അല്ലേ. ഇനി അടുത്തത് ഗുരുവായൂർ ദേവസ്വമാണ് ജ്ഞാനപ്പാന പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്, മനസ്സിലാക്കുക. 23 വി മധുസൂദൻ നായർ, 22 കെ ജയകുമാർ IAS, 21 KB ശ്രീദേവിക്ക് കിട്ടിയ അവാർഡാണ്. KP ശങ്കരന് 2025 റീസെന്റ് അവാർഡാണ് ജ്ഞാനപ്പാന അവാർഡ് ലഭിച്ചിരിക്കുന്നു. ജ്ഞാനപ്പാന അവാർഡ്. അടുത്ത് നോക്കിക്കേ, 2024 കേരള സംഗീത അക്കാദമി ഫെലോഷിപ്പ് നേടിയ കുറച്ച് വ്യക്തികളും അവരുടെ മേഖലയും. വീണ വിദ്വാനാണ് അനന്ത പത്മനാഭൻ. അനന്ത പത്മനാഭൻ എന്തു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വീണ വിദ്വാനാണ് അനന്ത പത്മനാഭൻ. കലാമണ്ഡലം സരസ്വതി ടീച്ചറിനെ എല്ലാവർക്കും അറിയാം, ടീച്ചർ നർത്തകിയാണ് അല്ലെ. സേവ്യർ പുൽപ്പാട്ട് എന്ന് പറയുന്ന വ്യക്തി നാടകകൃത്താണ്. സേവ്യർ പുൽപ്പാട്ട് നാടകകൃത്ത്, ടീച്ചർ സരസ്വതി ടീച്ചർ നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അനന്ത പത്മനാഭൻ വീണ വിദ്വാനാണ്. ദെൻ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ശാസ്ത്ര മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകൾക്കായി ഭാരതീയ വിദ്യാപീഠം ഏർപ്പെടുത്തിയ പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം. ഒന്നുമില്ല, പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം. മനസ്സിലായോ? ശ്രീകുമാരൻ തമ്പി അല്ലേ. ശ്രീകുമാരൻ തമ്പി സാറിനാണ് ലഭിച്ചിരിക്കുന്നത്. എന്താണ് അവാർഡ്? ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം. വിദ്യാകീർത്തി പുരസ്കാരം. 2025 മൂന്നാമത് തലേക്കുന്നിൽ ബഷീർ സ്മാരക പുരസ്കാരം. തലേക്കുന്നിൽ ബഷീർ പുരസ്കാരം ആർക്കാ കിട്ടിയത്? കെ ജയകുമാർ ആണ്. കെ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തി മുമ്പ് ഒരു സ്ലൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് എന്ന് ഓർത്തിരിക്കുക. മനസ്സിലായോ? തലേക്കുന്നിൽ ബഷീർ അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തത് മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി. എന്താണ് കിട്ടിയിരിക്കുന്നത്? TK പുരസ്കാരം. കഥകളി സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിന്റെ മേഖല മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്തു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി പുരസ്കാരമാണ്. മ്യൂസിക് അക്കാദമിയുടെ TTK പുരസ്കാരം. TTK പുരസ്കാരത്തിന് അർഹയായി. TTK അല്ല, TTK പുരസ്കാരം കേട്ടോ. അടുത്തത് മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ 2025 സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനായ വയലിനിസ്റ്റാണ് RK ശ്രീരാം കുമാർ. എന്തു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വയലിനിസ്റ്റാണ്. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം. ഓക്കെ. അടുത്തത് 2025 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം. ബുദ്ധപൂർണിമ എന്ന് പറയുന്ന കവിത സമാഹാരം എഴുതിയ VM ഗിരിജ. എന്താ? കേരളവർമ്മ, പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം 25 നേടിയത് ആരാണ്? VM ഗിരിജ. ബുദ്ധപൂർണിമ എന്ന കവിതാ പുരസ്കാരം അല്ലേ. അടുത്തത് 2025 ജനുവരിയിൽ S ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രൊഫസർ SK വസന്തൻ. എവിടെയാണ് SK വസന്തൻ പഠിച്ചതെന്ന് നോക്കുക. നമ്മൾ എഴുത്തച്ഛനിലൊക്കെയാണോ പഠിച്ചത്? എനിക്ക് അറിയത്തില്ല കേട്ടോ, ഒന്ന് നോക്കിയേക്കണേ. അപ്പൊ 2025 S ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ അവാർഡ്. S ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ അല്ലേ. അടുത്തത് 2025 അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരം. സ്വാതി സംഘടനയുടെ അയ്യപ്പ പണിക്കർ കെ ജയകുമാർ. അപ്പൊ കെ ജയകുമാർ 2-3 അവാർഡിൽ വരുന്നുണ്ട്, ഓർത്തിരിക്കണം. ബുദ്ധപൂർണിമ VM ഗിരിജയാണ്, പന്തളം കേരളവർമ്മയാണ്, S ഗുപ്തൻ നായർ അല്ലേ, ഓർത്തിരിക്കുക. അടുത്തത് ONV പുരസ്കാരം. ഞാൻ പറഞ്ഞു ഇത് കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് കൾച്ചർ ഹെറിറ്റേജ് ട്രസ്റ്റ് എന്നൊക്കെയാണ്. അവിടെ ONV പുരസ്കാരം കിട്ടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. കൈതപ്രത്തിന് മറ്റൊരു അവാർഡ് ഉണ്ടായിരുന്നു. എവിടെയാ? ഹരിവരാസനം അല്ലേ. ആർട്ടിസ്റ്റ് നമ്പൂതിരി പുരസ്കാരം. ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നേമം പുഷ്പരാജനാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. ആർട്ടിസ്റ്റ് നമ്പൂതിരി. 2025 തകഴി സാഹിത്യ പുരസ്കാരം. തകഴി സാഹിത്യ പുരസ്കാരം KP സുധീര. ഒരുപാട് കേട്ടിട്ടുള്ള പേരുകളാണോ എന്ന് ചോദിച്ചാൽ ചിലർക്കൊക്കെ അറിയത്തില്ലായിരിക്കും. KP സുധീരയ്ക്കാണ് തകഴി സാഹിത്യ പുരസ്കാരത്തിന് അവാർഡ് കിട്ടിയിരിക്കുന്നത്. മലയാളത്തിലെ മികച്ച വിവർത്തനത്തിലുള്ള 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് KV കുമാരനാണ്. ഇതെന്താ കിട്ടിയിരിക്കുന്നത്? വിവർത്തനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. വിവർത്തനത്തിന് കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? KV കുമാരൻ അല്ലേ. അപ്പം KV കുമാരന് SL ഭൈരപ്പയുടെ
യാനം എന്ന് പറയുന്ന കന്നഡ നോവലുണ്ട്. യാനം കന്നഡ നോവലാണ്. അതിൻ്റെ മലയാള വിവർത്തനത്തിനാണ് KV കുമാരന് പുരസ്കാരം ലഭിച്ചത്. മനസ്സിലായോ? അദ്ദേഹത്തിന് നമുക്ക് നേരത്തെ അറിയാവുന്നത് ഡോക്ടർ ശിവരാമ കാരന്തിൻ്റെ ചോമനതുടിയുടെ വിവർത്തകനാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. യാനം എന്ന കന്നഡ നോവലിന് KV കുമാരന് കിട്ടിയിട്ടുണ്ട്. KV കുമാരന്. അടുത്തത് എൻ്റെ ആണുങ്ങൾ ആരുടെയാണ്? നളിനി ജമീലയുടെയാണ് അല്ലേ? നളിനി ജമീലയുടെ ആത്മകഥയാണ് എൻ്റെ ആണുങ്ങൾ എന്ന് പറയുന്ന ആത്മകഥ. അത് പരിഭാഷപ്പെടുത്തിയ P. വിമലയാണ് തമിഴ് ഭാഷയിലെ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടിയത്. മലയാളവുമായി ഒരു കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. നെക്സ്റ്റ്, ഉണ്ണികൃഷ്ണൻ പൂതൂർ സ്മാരക ട്രസ്റ്റിൻ്റെ ഫൗണ്ടേഷന് 2025 പൂതൂർ പുരസ്കാരം നേടിയത് ഉണ്ണികൃഷ്ണൻ പൂതൂർ സ്മാരക ട്രസ്റ്റിൻ്റെ അവാർഡ് UK കുമാരനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? അടുത്തത് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡുകളെ പറ്റിയാണ് പറയുന്നത്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡിൽ ബുധം എന്ന് പറയുന്നത് വിമീഷ് മണിയൂർ ബുധം എന്ന് പറയുന്നത്. പ്രേമജ ഹരീന്ദ്രൻ്റെ പൂമാല എന്ന് പറയുന്ന കൃതി കഥാനോവൽ വിഭാഗത്തിൽ വിമീഷ് മണിയൂർ, കൃതി ബുധം. അടുത്തത് കവിതാ വിഭാഗം പ്രേമജ ഹരീന്ദ്രൻ, കൃതി പൂമാല. അടുത്തത് പ്രധാനപ്പെട്ട അവാർഡാണ് ONV പുരസ്കാരം. 2022 ONV പുരസ്കാരം കൊടുത്തിരിക്കുന്നത് 21-22 വർഷങ്ങളിലെ അവാർഡ് പ്രഖ്യാപിച്ചത് 2025 22 അവാർഡ് വന്നിരിക്കുന്നത് ആർക്കാണ്? M. മുകുന്ദനാണ്. M. മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. M. മുകുന്ദനാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഇനിയും അടുത്തത് M. മുകുന്ദന് അവാർഡുകൾ എന്തായിരുന്നു? ഏറ്റവും റീസെന്റ് ചോദിച്ചത് 2024 നിയമസഭയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ M. മുകുന്ദനാണ്. M. മുകുന്ദൻ. അടുത്തത് 2025 തകഴി ചെറുകഥാ പുരസ്കാരം വിമീഷ് മണിയൂർ. പുരസ്കാരത്തിന് അർഹനായ ചെറുകഥ എന്ന് പറയുന്നത് മോനിയല്ലല്ല വിമീഷ് മണിയൂർ. മുമ്പേ നമ്മളൊന്ന് പഠിച്ചു. അടുത്തത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരത്തിന് ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാൻ്റെ സ്നോ ലോട്ടസ് എന്ന് പറയുന്ന നോവലിനാണ് പ്രവാസി സംസ്കൃതി അസോസിയേഷൻ്റെ അവാർഡ് കിട്ടിയിരിക്കുന്നത്. മറന്നു പോകണ്ട. അപ്പം അവാർഡുകൾ കുറേയധികമുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ കേൾക്കുന്ന അവാർഡുകളൊക്കെ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. 2025 കടന്നു പോകാൻ വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. പുതിയ വിജ്ഞാപനങ്ങളായി വരാൻ പോകുന്നത് പ്രധാനപ്പെട്ട 2 വിജ്ഞാപനങ്ങളാണ് ടീച്ചേഴ്സിനെ കാത്തിരിക്കുന്നത്. LPSA UPSAയും HSSTയും. LPSA UPSA ആരോടൊപ്പം പഠിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായും പറയും CCയോടൊപ്പം പഠിക്കാമെന്ന്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞങ്ങൾക്കൊരു ഉറപ്പ് നൽകാൻ സാധിക്കും. നിങ്ങൾ ഞങ്ങളോടൊപ്പം പഠിക്കുവാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കയറ്റും. അത് ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പലയിടത്തും പഠിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. പഠിക്കുന്ന എല്ലാവർക്കും, ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സർക്കാർ ജോലി നേടിയെടുക്കുക പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് CC എന്ന് പറയുന്നത്. അപ്പം LPSA UPSA മടിച്ചിരിക്കേണ്ട. ഇപ്പോഴേ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പഠനം CCയോടൊപ്പം. HSSTയിൽ ഞങ്ങൾ എത്തുന്നത് നെറ്റ്, സെറ്റ് തുടങ്ങിയ എക്സാംസിൻ്റെ പരിചയ സമ്പന്നതയും കൂടിയാണ്. കഴിഞ്ഞ തവണത്തെ HSST എക്സാമിലെ 1ാമത്തെ റാങ്ക് ഹിന്ദി തുടങ്ങിയ വിഷയങ്ങൾ ഞങ്ങളായിരുന്നു. ആ റാങ്കിൻ്റെ അതേ മേന്മയോടുകൂടി HSST എക്സാമിലേക്ക് ഞങ്ങൾ എത്തുന്നുണ്ട്. അപ്പം അടിപൊളിയായിട്ട് CCയോടൊപ്പം പഠിക്കാം. പിന്നെ പുതിയ ഡിഗ്രി തല എക്സാംസ് വരികയാണ്. ഒരുപാട് എക്സാം ഡിഗ്രി തലത്തിലും വരുന്നുണ്ട്. കമ്പനി ബോർഡൊക്കെ വിളിക്കാൻ പോവുകയാണ്. മടിച്ചിരിക്കേണ്ട സമയമല്ല. വിജ്ഞാപനങ്ങളെ നേരിട്ട് വിജ്ഞാപനങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ തൊട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഈ ഒരു എക്സാം കഴിയുമ്പോൾ അടുത്തതിന് വേണ്ടി നേരത്തെ പഠിച്ചു തുടങ്ങുക. പഠനം മറ്റെവിടെയും പോവണ്ട, CCയിലൂടെ പഠിച്ച് നിങ്ങൾക്ക് ജോലി നേടാം. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് കാണാം. ഞാൻ പറഞ്ഞു ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇനിയും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസ് കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഇനിയും വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ മറന്നു പോകണ്ട, ഇതിൻ്റെ PDF-ഉം ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ലഭിക്കണമെങ്കിൽ CCയിലേക്ക് ഞാൻ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പുകൾ ആഡ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ മോഡൽ എക്സാം എല്ലാത്തിനും നടത്തുന്നുണ്ട്. ക്രാഷ് കോഴ്സ് HSIക്ക് വേണ്ടി വരുന്നുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്കും അംഗങ്ങളാകാം, പഠിക്കാം CCയോടൊപ്പം അടിപൊളിയായിട്ട്.